കഴിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം നെയ്യുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല എപ്പോഴും കഴിക്കാൻ കഴിയില്ല, കാരണം നല്ല കൊളസ്ട്രോളൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു സ്പെഷ്യൽ ഐറ്റം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പോത്തിൻ്റെ കാലുമേ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല. ബിരിയാണി ആകുമ്പോൾ കുറച്ച് പീസസ് ഒക്കെ വേണം. അപ്പോൾ അതിനായിട്ടുള്ള ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ഇടയുന്നില്ല. ഇന്ന് നല്ല മഴക്കാറുണ്ട്, നല്ലൊരു മഴ ദിവസമാണെന്ന് തോന്നുന്നു. ഗ്രേവിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കുറച്ചുകൂടി ഒന്ന് തിക്കാവാനുണ്ട്. അതിന് ശേഷം ഇത് ദമ്മിടാം. അതുപോലെ തന്നെ മാറ്റിവെച്ച ബീഫിൻ്റെ പീസസ് ഗ്രേവി തിളച്ച് 3 മണിക്കൂർ ആയപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ വറ്റി ഇപ്പോൾ ദമ്മിടൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ അപ്പുറത്ത് കുറച്ച് തിരക്കിലായിരുന്നു. ബിരിയാണി റൈസ് പോലെ ആക്കിയിട്ടൊന്നും അല്ലത് ദമ്മിടുന്നത്. തിളച്ച വെള്ളത്തിൽ ഏലക്കായും പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ട് അതിൽ ചോറ് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ഇതിലിടുന്നത്. പിന്നെ കൂടുതൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾമോസ്റ്റ് നല്ല നെയ്യ് തന്നെ ഈ ഒരു ഗ്രേവിയിലുണ്ട്. ഇന്നത്തെ ഈദ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.